ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂയന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. വാൽമീകിർഗിരിസംഭൂതരാമം ഭോനിധി സംഗത ശ്രീമദ് രാമായണീ ഗംഗാപുനാതു ഭുവനത്രയം. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ 125 ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ബാലി വധത്തിന് ശേഷമുണ്ടായ സംഭവങ്ങളാണ് തുറന്ന് പറയാനുള്ളത്. നമ്മൾ കണ്ടു, ബാലി മരിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് സുഗ്രീവനെ വിളിച്ച് തൻ്റെ കഴുത്തിലുണ്ടായിരുന്ന ഭദ്രത്തിൻ്റെ മാല സുഗ്രീവന് കൊടുത്തു. അംഗദനെ ഉപദേശിച്ചു, ഇളയച്ചനായ സുഗ്രീവൻ്റെ പിന്നിൽ നിൽക്കണം, സുഗ്രീവന് പിന്തുണയായിരിക്കണം, സുഗ്രീവൻ്റെ ശത്രുക്കളായിട്ട് കൂട്ടുകൂടുന്നൊക്കെ ഉപദേശിച്ചു. ഇങ്ങനെയാണ് അദ്ദേഹം ജീവൻ വെടിഞ്ഞത്. അതിനുശേഷം ജീവൻ വെടിഞ്ഞു കണ്ടപ്പോൾ താരാമന്ദരായവർ വീണ്ടും വിലപിച്ചു. പിന്നീട് സുഗ്രീവനെ എന്തൊക്കെ ചെയ്തു, സുഗ്രീവൻ എന്തൊക്കെയാണ് പറഞ്ഞത് എന്നാണ് 24-ാമത്തെ സർഗത്തിൽ കാണുക. യഥാർത്ഥത്തിൽ വളരെ കാലം തന്നെ ശത്രുവായി ഗണിക്കുകയും ജ്യേഷ്ഠനെ കൊല്ലിക്കണമെന്ന് വിചാരിച്ചിട്ട് ശ്രീരാമനായിട്ട് സഖ്യം ചെയ്യുകയും രാമനോട് ബാലിയുടെ ദുഷ്ടത്തരങ്ങളൊക്കെ പറഞ്ഞ് ബാലിയെ കൊല്ലിക്കുകയും ചെയ്തു. വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ ആ സമയത്ത് സുഗ്രീവൻ കൃതാർത്ഥനായിട്ടും സന്തോഷവാനായിട്ടും ഇരിക്കേണ്ടതാണ്. ഇതിൻ്റെ കാര്യമൊക്കെ സാധിച്ചു. പക്ഷേ വിധിവൈചിത്വം എന്ന് പറയട്ടെ, ഇത് മനുഷ്യൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകുന്നതാണ്. ഏതൊരാളെ വധിക്കലാണ് ഇതിൻ്റെ പ്രധാന കൃത്യം എന്ന് വിചാരിച്ചുവോ, ഏതൊരാളെ വധിച്ചാൽ തനിക്ക് സുഖവും സന്തോഷവും ഉണ്ടാവുമെന്ന് വിചാരിച്ചുവോ, ആ ബാലി ഇപ്പോൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ യഥാർത്ഥ സുഗ്രീവന് വലിയ നിരാശയും വിഷമമൊക്കെ ഉണ്ടായി. കാരണം ആ ജ്യേഷ്ഠൻ്റെ സ്നേഹം വിചാരിച്ചിട്ടും ആ ബാലിയുടെ അവസാനത്തുള്ള പെരുമാറ്റങ്ങളും ഒക്കെ അനുഭവിച്ചിട്ട് സുഗ്രീവൻ വളരെയധികം പരിതപ്തനായി എന്നാണ് പറയുന്നത്. പശ്യം തഥാ വല്യനുജസ്തരസ്വീ ഭ്രാതൃവധേന അപ്രതിമേന തേപേ എന്നാണ് വാൽമീകിയുടെ വാക്യം. തേപേ തപിച്ചു, ദുഃഖിച്ചു എന്നർത്ഥം. അതായത് ഈ ബാലിയുടെ മൃതദേഹത്തിനടുത്ത് നിന്ന് കരയുന്നതും അംഗദിൻ്റെ ആ സ്ഥിതിയും, അനാഥനായി തീർന്ന അംഗദിൻ്റെ സ്ഥിതിയും ഒക്കെ വിചാരിച്ചു കഴിഞ്ഞപ്പോൾ സുഗ്രീവന് വളരെയധികം ദുഃഖമുണ്ടായി. താൻ ജ്യേഷ്ഠനെ കൊല്ലിച്ചല്ലോ എന്നുള്ള വിഷമം കൊണ്ട് സബാഷ്പൂർണേന മുഖേന പശ്യൻ ക്ഷണേന മനസ്വീ മനസ്സിയായ അവൻ കണ്ണീരോട് കൂടിയിട്ട് ആ താരയെ നോക്കിയെന്നാണ്. നിർവേദനായിട്ട് ആകപ്പാടെ വിഷമിച്ച് രാമൻ്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഇതൊക്കെ കവി കാണിക്കുന്ന മനുഷ്യൻ്റെ മനസ്സിൻ്റെ മനുഷ്യൻ്റെ കഥയാണോ വാനരൻ്റെ അല്ലേ ചോദിക്കാം. പക്ഷെ വാനരന്മാരാണെങ്കിലും നമ്മൾ മനുഷ്യഭാവത്തിലാണ് അവരെ കാണുന്നത്. അവരുടെ പ്രകടനങ്ങൾ, അവരുടെ രീതികളൊക്കെ ആ രീതിയിലാണ്. മനുഷ്യൻ്റെ മാനസികാവസ്ഥ തന്നെയാണ്. ആരെ കൊല്ലിക്കാൻ വേണ്ടി ഇത്ര കാലം ശ്രമിച്ചുവോ അയാൾ വധിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒക്കെ വിപരീതമായിട്ടാണ് തോന്നിയെന്നാണ്. രാമനോട് ആ സുഗ്രീവൻ പറയാണ്, അല്ലയോ രാമ, ഈ ബാലി കൊല്ലപ്പെട്ടതോടുകൂടി യഥാർത്ഥത്തിൽ ഞാൻ കൃതാർത്ഥനാവേണ്ടതാണ്. ഞാൻ വിചാരിച്ച കാര്യമൊക്കെ സാധിച്ചു കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴെന്താ സ്ഥിതി? എനിക്ക് ഈ രാജ്യമൊക്കെ കിട്ടി, അതിലെൻ്റെ മനസ്സ് സന്തോഷിക്കുന്നില്ല എന്ന് മാത്രമല്ല, എനിക്ക് ആകപ്പാടെ നൈരാശ്യം ബാധിച്ചിരിക്കുന്നു. ഈ ഫലം, അതായത് ബാലിയെ കൊന്നതിൻ്റെ ഫലം എന്താണ്? സുഗ്രീവന് രാജ്യം കിട്ടുക എന്നുള്ളതാണ്. ആ ഫലത്തിൻ്റെ ഭോഗത്തിൽ എനിക്ക് മനസ്സ് വരുന്നില്ല. യഥാ പ്രതിജ്ഞാതവിധം നരേന്ദ്രാകൃതം ത്വയാ ദൃഷ്ടഫലം ജകർമ്മ മാമദ്യ ഭോഗേഷു നരേന്ദ്രസൂനോ മനോനിവൃത്തം ഹതജീവിതേന. എൻ്റെ ജീവിതാശ മുഴുവൻ നശിച്ചിരിക്കുന്നതാണ്. പ്രവേഗത്തിൽ ആ മനസ്സ് പറയാൻ നോക്കൂ. യഥാർത്ഥത്തിൽ ഈ ജ്യേഷ്ഠൻ വളരെ യോഗ്യനായിരുന്ന ആളായിരുന്നു. ക്രോധം കൊണ്ടും അപമാനം കൊണ്ടുമൊക്കെ ഞാൻ അയാളെ വധിക്കാൻ ശ്രമിച്ചല്ലോ. ആ യുദ്ധം ചെയ്യുന്ന സമയത്ത് എൻ്റെ ജ്യേഷ്ഠൻ എന്നെ വധിക്കാൻ പോലും ആഗ്രഹിച്ചില്ല. വാസ്തവത്തിൽ വലിയ മരത്തടി കൊണ്ടൊക്കെ എന്നെ പ്രഹരിക്കുകയും ഞാൻ വല്ലാതെ ശബ്ദത്തിൽ കരയുകയും ചെയ്തപ്പോൾ പോയിക്കോളൂ എന്ന് പറയുക എന്നോട് ചെയ്തത്, എന്നോട് പറഞ്ഞത്. കാരണം ഇല്ലെങ്കിൽ എന്നോട് കൊന്നുപോകും. അതുകൊണ്ട് കൊല്ലണമെന്ന് യഥാർത്ഥത്തിൽ ജ്യേഷ്ഠൻ ആഗ്രഹിച്ചില്ല. എന്നോട് പറഞ്ഞു, എന്നെപ്പോലുള്ളൊരു യുദ്ധത്തിന് വരരുത്, പോയിക്കോളൂ എന്ന് പറഞ്ഞു. എന്നോട് രക്ഷപ്പെട്ട് പോയിക്കോളാൻ പറയുക ചെയ്തത്. യഥാർത്ഥത്തിൽ
ഈ ക്രോധം കൊണ്ട് ഞാനിങ്ങനെ ചെയ്തുവല്ലോ. അദ്ദേഹം സങ്കടപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കിതാണ്: നത്വാദിഹംസാമി ചരേതിയന്മാം അയം മഹാത്മാമതിമാനുവാച. ഇവിടെ പറയുന്ന വാക്കെന്താണ്? സുഗ്രീവൻ മഹാത്മാവായിരിക്കുന്ന ബുദ്ധിമാനായിരിക്കുന്ന ആ ബാലി എന്നോട് പറഞ്ഞതാണ്: നത്വാം ജിഹാംസാമി, ഞാൻ നിന്നെ കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ യുദ്ധം ചെയ്ത് തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പറ്റില്ല, അതുകൊണ്ട് നീ എന്ത് ചെയ്തു, ഓടിപ്പോയിക്കോളൂ എന്നാണ് എന്നോട് പറഞ്ഞതാണ്. എന്നെ വേഗത്ത് കൊല്ലാമായിരുന്നു, പക്ഷേ അദ്ദേഹം ചെയ്തില്ല. ഭ്രാതാഗതൻ നാമമഹാഗുണസ്യ ഭ്രാതൃവധൻ രാമവിരോധേത. രാജ്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മഹാത്മാവായ ആ ഗുണവാനായിരിക്കുന്ന ഭ്രാതാവിനെ കൊല്ലുവാൻ ഞാൻ ആഗ്രഹിച്ചല്ലോ, വലിയ കഷ്ടം തോന്നുന്നില്ല. അതോ ഹിമേ മതോനാസിൽ സ്വമാഹാത്മ്യം വ്യതിക്രമാത്. സ്വന്തം മാഹാത്മ്യത്തെ വെടിയാത്തവനായതുകൊണ്ടാണ് എന്നെ കൊല്ലാൻ ആ ബാലി ശ്രമിക്കാതിരുന്നത്. വേണമെങ്കിൽ ഒറ്റയടിക്ക് കൊല്ലായിരുന്നു, അത് ചെയ്യുന്നില്ല. ഇനി എങ്ങനെ പൊരുതാവരുത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെയാണല്ലോ കൊന്നതെന്ന് വിചാരിക്കും. എനിക്ക് സങ്കടം തോന്നുന്നില്ല. എനിക്കെല്ലാ ഭോഗങ്ങളിലുള്ള താല്പര്യമില്ലാണ്ടായി. അചിന്തനീയം പരിവർജനീയം അനീപ്സനീയം സനവേക്ഷണീയം. യഥാർത്ഥത്തിൽ ഞാൻ ചെയ്തതൊക്കെ പണ്ട് ഇന്ദ്രൻ ഭർത്തറിനെ കൊന്നു കഴിഞ്ഞപ്പോൾ ഇന്ദ്രന് വലിയ പാപം ഉണ്ടായി. ആ പാപം 4 ആൾക്കായി ഭാഗിച്ചു കൊടുത്തു എന്നൊക്കെ ഭാഗവതാദി പുരാണങ്ങളിലൊക്കെ കാണാം. അപ്പം എൻ്റെ ഈ പാപം ഞാൻ ആർക്കായിട്ട് വീതിക്കും എന്ന് പറയാൻ. നാർക്കാവി സമ്മാനം പ്രധാനം യൗവരാജ്യം കൃതയവരാജ്യം. യഥാർത്ഥത്തിൽ ഇത്ര നിന്ദ്യമായ കർമ്മം ചെയ്തിട്ട് ഞാൻ എങ്ങനെയാണ് പ്രജകളുടെ ബഹുമാനം ആർജിക്കുക? സ്വന്തം ജ്യേഷ്ഠനെ കൊല്ലിച്ചവനാണ് ഞാൻ, പിന്നെ രാജ്യത്തിന് ഞാൻ എങ്ങനെ അർഹനാവും? വലിയ പാപം ചെയ്തവനാണ്. നിന്ദ്യവും ക്ഷുദ്രവുമായ പാപമാണ് ഞാൻ ചെയ്തത്. അങ്ങനെയുള്ള ഞാൻ മഴവെള്ളം താഴ്ന്ന സ്ഥലത്തേക്ക് ഒഴുകുന്നത് പോലെ ശോകത്തിൻ്റെ ഒഴുക്കിന് പാത്രമാകുന്നു. ഞാൻ നിരന്തരമായി ദുഃഖിക്കേണ്ടവരാണ്. ആ ജ്യേഷ്ഠനെ കൊന്നുപോയല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള ദുഃഖമാണ്. അതുകൊണ്ട് വളരെ ആലങ്കാരികമായിട്ട് ആ വാൽമീകി വർണ്ണിക്കുന്നത് ഈ മഹാപാപമാകുന്ന വലിയൊരു ആന ഇതാ എന്നെ ആക്രമിക്കുന്നതാണ്, സന്താപമാകുന്ന തുമ്പിക്കൈയും ഒക്കെ ഉണ്ടെന്നാണ്. അങ്ങനെയുള്ള പാപമായിരിക്കുന്ന കൊമ്പനാന എന്നിതാ കുത്തിയടിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ രാജ്യം തന്നെ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെയാണ്. ഈ അങ്കനെ പോലെ നല്ലവനും വിനയമുള്ളവനും പുണ്യം കൊണ്ട് മാത്രം ലഭിക്കുന്നവനായ പുത്രനാണ് ഈ ബാലിക്കുണ്ടായത്. ഇങ്ങനെയുള്ള മകനെ ഇവിടെ കാണും എന്നൊക്കെ ആ ബാലിയെക്കുറിച്ച് ദുഃഖിച്ച പോലെ അനാഥനായി തീർന്നിരിക്കുന്ന പിതാവ് നഷ്ടപ്പെട്ട അങ്കനെ കുറിച്ച് അദ്ദേഹം കരഞ്ഞു. എന്നിട്ട് പറഞ്ഞതെന്താണ്? അതുകൊണ്ട് എനിക്ക് രാജ്യവും വേണമെന്നില്ല, കിഷ്കിന്ധയും വേണമെന്നില്ല, ഞാൻ തീ ചാടാൻ പോവാണെന്ന് പറഞ്ഞു. മനുഷ്യൻ്റെ തീവ്ര വൈരാഗ്യം എന്ന് പറയാം. യഥാർത്ഥത്തിൽ ഇതൊന്നും ഉള്ളിൽ തട്ടി പറയുന്നോ ആലോചന കൊണ്ട് പറയുകയോ അല്ല. വാസ്തവത്തിൽ തൽക്കാലം വികാര വിഭ്രമം ഉണ്ടാകുമ്പോൾ മനുഷ്യരുടെ വാക്കുകൾ ഇങ്ങനെയൊക്കെയാണ്. ശ്മശാന വൈരാഗ്യം എന്നൊക്കെ പറയുന്ന പോലെ ജ്യേഷ്ഠൻ്റെ അവസാനത്തെ നല്ല വാക്കുകളും അദ്ദേഹത്തെ കൊന്നുപോയല്ലോ എന്നുള്ള ദുഃഖം കൊണ്ട് ഇപ്പോൾ സുഗ്രീവൻ പറയുന്നത് എനിക്ക് രാജ്യം വേണമെന്നില്ല എന്ന് മാത്രമല്ല, ഞാൻ മരിക്കുക നല്ലതെന്നാണ്. സോഹം പ്രവേക്ഷ്യാമി അതിഥിത്തം അഗ്നിം ഭ്രാതാരപുത്രേണ രാഖ്യമിഞ്ചൻ. ഞാൻ ജലിക്കുന്ന തീയിൽ ചാടാനാണ് ആഗ്രഹിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ബാക്കിയുള്ള വാനരന്മാരുള്ള യോഗ്യന്മാരായ എൻ്റെ മന്ത്രിമാരുള്ള അവരൊക്കെ കൂടി രാജ്യം ഭരിച്ചോളൂ. അല്ലയോ രാമ, അങ്ങയായിട്ട് ഞാൻ ചെയ്ത സഖ്യം സീതാന്വേഷണത്തെ സഹായിക്കാമെന്നാണല്ലോ. അതിന് യാതൊരു മുടക്കവും ഉണ്ടാവില്ല. ഈ വാനരന്മാരൊക്കെ അങ്ങയെ സഹായിക്കും. ഞാനില്ലെങ്കിലും അങ്ങയുടെ കാര്യത്തിന് വിഷമമൊന്നും ഉണ്ടാവില്ല. ഞാൻ മരിച്ചേക്കാന്ന്. കുലസ്യഹന്താരം അജീവനാർഹം രാമാനുജാനീകൃതാകസമ്മം. യഥാർത്ഥത്തിൽ ഞാൻ കുലത്തിന് കൊല്ലാത്തവനാണ്. ആ ജ്യേഷ്ഠനെ കൊല്ലിച്ചവനായ ഞാൻ യഥാർത്ഥത്തിൽ ജീവിതം ആഗ്രഹിക്കുന്നവനല്ല, മഹാഭാവിയാണ്, ജീവിക്കാൻ അർഹതയില്ലാത്തവനാണ്. അതുകൊണ്ട് എനിക്ക് വിടന്നു ചെയ്യാലും എന്നൊക്കെ ദീനദീനനായിട്ട് പറഞ്ഞു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇത്യേവം അർത്ഥസ്യ രഘുപ്രവീര ശ്രുത്വാപജോ ബാലിജഘന്യജസ്യ സംജാത ബാഷ്പരവീരകന്ധ രാമോ മുഹൂർത്തം വിമനാവഭൂവ. താൻ ആരുമായി സഖ്യം ചെയ്ത് ആരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടും ആർക്ക് ഗുണമുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണോ വാലിയെ ഒളിയമ്പെയ്ത് കൊന്നത്? ആ സുഗ്രീവൻ്റെ ഗുണത്തിന് സുഗ്രീവന് നന്നാവുന്ന വിചാരിച്ചിട്ടാണല്ലോ വാലിയെ വധിച്ചത്. അപ്പോൾ ഈ സുഗ്രീവൻ ഇങ്ങനെ വിഷാദഭക്തനായിട്ട് പറഞ്ഞപ്പോൾ രാമൻ പോലും തൽക്കാലത്തേക്ക് മനസ്സ് കെട്ടവനായി എന്നാണ്. എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ല.
രാമോമുഹൂർത്തം വിമനാ ബഭൂവ. കണ്ണീരോടുകൂടി ഒന്നും നല്ലതാണ്. എന്താ വേണ്ടതെന്ന് മനസ്സിലായില്ല. ഇതേ സമയത്ത് തന്നെ ആ താര വീണ്ടും ഇപ്പം മരിച്ചു കഴിഞ്ഞു. നേരത്തെ മരിക്കുന്നതിന് മുമ്പാണ് അവളുടെ വിലാപമൊക്കെ ഉണ്ടായത്. ശവശരീരത്തിനൊക്കെ വീണ്ടും കരഞ്ഞുകൊണ്ട് അവൾ വീണ്ടും വന്നു. തം ചാരുനേത്രാം കവിസിംഹനാഥാം പതിം സമാശ്ലേഷ തയാശയാനാം. ഭർത്താവിൻ്റെ മൃതദേഹം കെട്ടിപ്പിടിച്ചുകൊണ്ട് ആ താര വീണ്ടും വിലപിച്ചുകൊണ്ടിരുന്നു. സ്വാ വിസ്ഫുരന്തീ പരിരഭ്യമാന ഭർത്തൃസമീപാത് അപനീയമാനാദത ശരാമം ശരതാപവാണിം സ്വതേജസാ സൂര്യമിവജ്വലന്ധം. നേരത്തെ യഥാർത്ഥത്തിൽ അവൾ ബാലിയുടെ വസത്തിനും അഥവാ ബാലി ജീവൻ വെടിയതിന് തൊട്ടു മുമ്പ് പറഞ്ഞ സമയത്തൊന്നും രാമനെ കൊണ്ട് അവർ ശ്രദ്ധിക്കുകയോ രാമനെ കാണുകയോ ചെയ്തിട്ടില്ല. ഇപ്പോൾ രാമൻ അടുത്തേക്ക് വന്നു. അവളെന്ത് ചെയ്തു? ഈ ബാലി വധിക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന് ജീവൻ പോയതിന് ശേഷം ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുക. രാമനെ കണ്ടു എന്ന് പറയുകയാണ്. ആ രാമനെ കണ്ടു കഴിഞ്ഞപ്പോൾ രാമനോട് ഇങ്ങനെ പറഞ്ഞു: തം സാ സമാസാദ്യ വിശുദ്ധതത്വം ശോകേന സംഭ്രാന്ത ശരീരഭാവ. വില്ലുമ്പ് എടുത്ത് നിൽക്കുന്ന രാമനെ കണ്ടു. ഇതാണ് രാമൻ. അവൾ മനസ്സിലാക്കി. അവൾ രാമനോട് പറഞ്ഞു: അല്ലയോ രാമ, അങ്ങ് അപ്രമേയനാണ്, അദൃശ്യനാണ്, ജിതേന്ദ്രിയനാണ് ഒക്കെ പറഞ്ഞു. ജിതേന്ദ്രിയശ്ച ഉത്തമധർമ്മകശ്ച ക്ഷിതിക്ഷമാവാൻ ക്ഷതജോപവാക്ഷ. അങ്ങക്ക് ഭൂമിയോളം ക്ഷമാശീലുള്ളവനാണ്. യഥാർത്ഥം ഞാനിപ്പോൾ എന്താ അങ്ങോട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് ഈ ലോകത്ത് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് എന്നെയും അങ്ങയുടെ ശരങ്ങളെ കൊണ്ട് ആ ബാലിയോടൊപ്പം പറഞ്ഞേക്കൂ. എന്നെയും വധിക്കൂ എന്നർത്ഥം. അങ്ങനെയായി ആ ബാലിക്ക് സന്തോഷമാവും. അങ്ങക്ക് ഭാര്യാവിരഹ ദുഃഖം എന്താണെന്ന് അല്ലയോ രാമ അങ്ങിപ്പോഴറിയുന്നുണ്ട്. സീതയെ കാണാൻ ദുഃഖിക്കുകയാണല്ലോ. അതേപോലെ എന്നെ കാണാൻ ഞാൻ സ്വർഗസ്ഥനായ ആ ബാലി ദുഃഖിക്കും. അവിടെ എന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞേക്കൂ. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോലാണ് എനിക്ക് ഏറ്റവും നല്ലത്. ഏന ഇവ ബാണേന ഹതപ്രിയോമേ തേന ഇവ ബാണേന ഹിമഞ്ജഹീഹി. ഏതൊരു ബാണം കൊണ്ട് ഈ ബാലിയുടെ ജീവൻ അങ്ങ് എടുത്തുവോ, അതേ ബാണം കൊണ്ട് എൻ്റെ ജീവനെയും എടുത്തു കളയൂ. എനിക്ക് ഈ ലോകത്തിൽ ഭർത്താവില്ലാതെ ജീവിക്കണമെന്നില്ല. മാം വിനാ വീരരമേത ബാലി. അതൊക്കെ സ്വർഗസ്ഥനായ ബാലി ഞാനില്ലാതെ ദുഃഖിക്കും. എന്നെ കാണാമെങ്കിൽ സ്വർഗസ്ത്രീകളെ കൊണ്ടുപോലും അദ്ദേഹത്തിന് സുഖം ഉണ്ടാവില്ല. അതുകൊണ്ട് സ്വർഗേവി ശോകം ന വിവർണിതാം മയാവിന പശ്ചതി വീരബാലി. വീരനായിരിക്കുന്ന ബാലി, സ്വർഗസ്ത്രീകൾ അപ്സരസുകളൊക്കെ ധാരാളം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ അവരെ കൊണ്ടൊന്നും ആ ബാലി സന്തോഷിക്കില്ല. അതുകൊണ്ട് എന്നെയും ഭർത്താവിനോട് പ്രാപിപ്പിക്കാൻ വേണ്ടി ചെയ്യൂ. അങ്ങേക്ക് അതുകൊണ്ട് ദോഷമൊന്നും വരില്ല എന്നാണ്. ത്വം വ്യക്തതാവത് വിനിതാവിഹീന പ്രാപ്നോതി ദുഃഖം പുരുഷകുമാര തത്വം പ്രജാനന്ദഹി മാം ന ബാലി ദുഃഖം മമാദർശന ജംഭലേതാം. എന്നെ കാണാത്തതുകൊണ്ടുള്ള ദുഃഖം ആ ബാലിക്കുണ്ടാവരുത്. അതുകൊണ്ട് എന്നെയും അങ്ങോട്ട് പറഞ്ഞേക്കും. ഇവിടെയൊക്കെ നമ്മുടെ അധ്യാത്മരാമായണത്തിൽ നമ്മൾ പറയാൻ പോകുന്നേ ഉള്ളൂ. അവിടെയൊക്കെ ഉള്ളതുപോലെ ബാലി മരിച്ചതിന് ശേഷം രാമൻ ആധ്യാത്മികമായ ഉപദേശം കൊണ്ട് ബാലിയെ താരയെ സമാധാനിപ്പിച്ചു എന്നൊന്നും ഇവിടെ വാൽമീകി പറയുന്നില്ല. അവൾ സ്വാഭാവികമായിട്ടും ഭർത്തൃവിരഹം കൊണ്ടുള്ള ദുഃഖമൊക്കെ ഉണ്ടായി. ആ സമയത്ത് ആധ്യാത്മികത്വങ്ങളൊക്കെ ഉണ്ടാകും, ലോകതത്വങ്ങളൊക്കെ പറഞ്ഞു രാമനേ ഉള്ളൂ. യഥാർത്ഥത്തിൽ സർവവും സ്വദുഃഖങ്ങളൊക്കെ ലോകത്തിൽ ഉണ്ടാകുന്നതാണ്. ഇതൊക്കെ കാലത്തനുസരിച്ച് വരുന്നതാണ്. അതുകൊണ്ട് ദുഃഖിക്കരുത്. യഥാർത്ഥത്തിൽ ആരും ഒന്നിനും പ്രത്യേകിച്ച് കർത്താവല്ല, നിയോഗിക്കാൻ പ്രേരണയെടുത്താനുള്ള അധീശനല്ല. ലോകം സ്വന്തം ഭാവത്തിൽ തുറന്നുകൊണ്ടിരിക്കുകയാണ്. കാലമാണ് ഇതിൻ്റെ ആശ്രയം എന്നൊക്കെയാണ് രാമൻ പറഞ്ഞത്. അശോകപരിതാപേന ശ്രേയസായുജ്യതേ വ്രത യദന്നാനന്തരം കാര്യം തൽസമാധാതുമർഹത. യഥാർത്ഥത്തിൽ ഇവിടെ ഇനി ചെയ്യേണ്ടത് എന്താണ്? ഇനി എന്താണോ വേണ്ടത് അത് ചെയ്യുമോ. അതായത് മരിച്ചു കഴിഞ്ഞാൽ ആൾക്ക് വേണ്ടത് പ്രേതക്രിയകൾ, ശവസംസ്കാരാദി ക്രിയകളൊക്കെ ചെയ്യാൻ. ഇതൊന്നും ദുഃഖിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അവർ സമാധാനിപ്പിച്ചു. നകാല കാലമത്യേദീനകാല പരിഹീയതേ. കാലമാണ് എല്ലാത്തിനും ഹേതു. കാലത്ത് അതിക്രമിക്കുന്നില്ല, കാലത്തിനൊരു ഇടിവേൽക്കുന്നില്ല. ആ കാലസ്ഥിതിക്ക് വരേണ്ടതൊക്കെ വരുന്നു. അത് വിചാരിച്ച് സമാധാനിക്കുമെന്നൊക്കെ പറഞ്ഞ് സുഗ്രീവനെയും താരയൊക്കെ സമാധാനിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ട് പറഞ്ഞു: ഏഷാ വൈ നീതി ശ്രേഷ്ഠ ജാംഗതോ ഹരിയൂഥവ സദലംബരിതാവേന പ്രാപ്തകാലമുപാസ്യതാം. മരിച്ചയാൾക്ക് നമ്മൾ ദുഃഖിക്കുന്നതുകൊണ്ട് മരിച്ചയാൾക്കൊന്നും കിട്ടാനില്ല. അവർക്കുള്ള ഗതിക്ക് വിഷമമുണ്ടാക്കുക ചെയ്യുക. അതുകൊണ്ട് അയാളെ പറ്റി വിചാരിക്കരുത്. ഈ വാലി ഏതൊരു ഗതിയെ കൈക്കൊണ്ടോ ആ നീതി തന്നെയാണ് സർവശ്രേഷ്ഠ. ഞാൻ പരിതപിക്കരുത് എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. ലക്ഷ്മണനോട് പറഞ്ഞു: ഈ സുഗ്രീവനെ കൊണ്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യിക്കൂ.
വലിയതായ പല്ലൊക്കെ കൊണ്ടുവന്നിട്ട് ബാലിയുടെ മൃതദേഹം അതിൽ വെച്ചിട്ട് സംസ്കാരത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പോൾ താരൻ മുതലായ മന്ത്രിമാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അവരൊക്കെ കൂടിയിട്ട് കിഷ്കിന്ധയിൽ ചെന്നിട്ട് ഗംഭീരമായ പല്ലൊക്കെ കൊണ്ടുവരിച്ചു. വളരെ ക്ഷേമമായിട്ട് ബാലിയുടെ ശവസംസ്കാര ക്രിയകൾ നടക്കുന്നതാണ് എന്നെ വർണ്ണിക്കുന്നത്. താരൻ ശിവികയും കൊണ്ടുവന്നു. പല്ലക്കെടുക്കാൻ ശീലമുള്ള ശൂരവാനരന്മാർ ഒക്കെ ഹാജരുണ്ടായിരുന്നു. ദേവരഥം പോലെ ഭദ്രമായ സിംഹാസനത്തോടു കൂടിയതും ഒക്കെയാണ് ഈ പല്ലക്ക് എന്ന് പറയുന്നത്. ക്ഷേമമായിട്ടുള്ളതാണ്. അനേക വൃക്ഷങ്ങളും ചന്ദനമരങ്ങളും ഒക്കെ ഈ ശവസംസ്കാര കർമ്മത്തിനായിട്ട് കൊണ്ടുവന്നു. അതികേമമായിട്ടാണ് ചെയ്തതാണ്. ആ സമയത്ത് സുഗ്രീവൻ വാനന്മാരോട് കൽപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ഈ വലിയ പുരോഹിതനെയും മഹാരാജാവിനെയും സംസ്കരിക്കുന്ന പോലെയുള്ളതായ ചടങ്ങുകളോട് കൂടിയിട്ട് സംസ്കരിക്കൂ. ബാലിയുടെ ജഡം വിവിധങ്ങളായ മാലകളെ കൊണ്ട് വസ്ത്രങ്ങളെ കൊണ്ട് അലങ്കരിക്കൂ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ആര്യൻ്റെ ശേഷക്രിയകൾ വേണ്ടതുപോലെ ചെയ്യണം. മുമ്പിൽ ധാരാളം രത്നങ്ങൾ വിതറിക്കൊണ്ട് വാനരന്മാർ മുമ്പിലും പിമ്പിലും അകമ്പടി സേവിക്കണമെന്നാണ്. അപ്പോൾ രത്നങ്ങളൊക്കെ വിതറണമെങ്കിൽ, അപ്പോൾ നമ്മൾ പറഞ്ഞ വെറും കുരങ്ങന്മാരെ കഥയല്ല വാസ്തവത്തിൽ. കിഷ്കിന്ധയിൽ ഇത്രയൊക്കെ രത്നങ്ങളൊക്കെ വിതറിക്കൊണ്ട് മൃതദേഹത്തിന് മുകളിൽ വിതറിക്കൊണ്ട് പോകാനാണ് പറഞ്ഞത്. ഇങ്ങനെ എന്തൊക്കെ ആചാരങ്ങളുണ്ടോ രാജാക്കന്മാരുടെ അന്തസ്സിനൊത്തത് അതൊക്കെ വേണ്ടതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞു. ആ കാര്യം നമ്മൾ പിന്നെ വിസ്തരിക്കേണ്ടതില്ല. ധാരാളം ചന്ദനമുട്ടികളും ഒക്കെ ആയിട്ട് ഗംഭീരമായിട്ട് സംസ്കരിച്ചു. അതിൻ്റെ താരനും മറ്റും അപ്പോഴും ചിലരൊക്കെ കേമായിട്ട് നിലവിളിക്കുകയോ ചെയ്തു. ഔഷധേയ കർമ്മങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷം ആത്മാവിൻ്റെ സദ്ഗതിക്ക് വേണ്ടിയുള്ള ക്രിയകൾ നടത്തി. വാനര സ്ത്രീകളൊക്കെ അപ്പോഴും കരയുന്നുണ്ടായിരുന്നു. അവരൊക്കെ പറഞ്ഞു, ഞങ്ങളൊക്കെ വീഴ്ച പോയല്ലോ എന്ന് കരഞ്ഞു. സാധാരണ പോലെ മഹർഷ മഹാബാഹോ ഹാമോ പ്രിയ പശ്യമാം ജനന്ന പശ്യസീമം ത്വം കസ്മാൽ ശോകാഭിവീഡിതം. ഞങ്ങൾ കരയുന്ന കാണുന്നില്ലേ, അങ്ങനെന്താണ് ഞങ്ങളൊക്കെ വിട്ടുപോയതെന്നൊക്കെ ധാരാളം വാനര സ്ത്രീകളൊക്കെ കരയുന്നുണ്ടായിരുന്നു. ഈ പ്രീതനത്ത് എന്താണെന്ന് നോക്കാത്തതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ അന്ന് ഞങ്ങളൊക്കെ വിധവകളായി തീർത്തല്ലോ എന്ന് ആ വാനര സ്ത്രീകൾ കരഞ്ഞു. ഇങ്ങനെ ഒക്കെയാണ്. പക്ഷെ വളരെ രസകരമായ ചില സംഗതികളൊക്കെ ഉണ്ട്. 40 പറയുന്നത്, അല്ലയോ പിന്നെ ബാലി, ഈ സജീവന്മാർക്ക് അരിന്തമനായിട്ടുള്ള ശത്രുക്കൾ ഒക്കെ ഒതുക്കുന്നവനായ അങ്ങ് ഇവരുടെ നിർദ്ദേശങ്ങൾക്ക് വിട നൽകൂ. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞേക്ക് എഴുന്നേറ്റ് വരൂ എന്ന് പറയാണ്. മരിച്ചാലോളാണ് ഈ പറയുന്നത്. നമുക്ക് അവരെ ദുഃഖം കൊണ്ട് പറയാണ്, ഞങ്ങൾ ഈ ചതയിൽ നിന്ന് എഴുന്നേറ്റ് വരൂ എന്ന പോലെയാണ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കെല്ലാവർക്കും കൂടി സുഖമായിട്ട് മദനകേളിയാടാം ഒക്കെയാണ്. മരിച്ചാലുള്ള അവരൊന്നും ഒരു ഭാവമേ ഇല്ല അവർക്ക്. വിസർജനയാൻ സജീവാൻ യഥാപുരം അരിന്തമ തഥ ക്രീഡാമഹേ സർവ വനേഷു മദനോൽക്കടാന്നാണ്. നമുക്ക് മദനലീലകളൊക്കെ ആടാം എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ മനുഷ്യൻ്റെ ഓരോ വൈവശ്യങ്ങളും ശോകാർത്ഥന്മാരായിരിക്കുന്നത് യുക്തിബോധനാണ് നിലവിളിക്കാൻ. ഏവം വിലപതീന്താരാം പതിശോകപരിവൃതാം. അങ്ങനെയൊക്കെയുള്ളതായ താരയും മറ്റു സ്ത്രീകളൊക്കെ മന്ത്രിമാരൊക്കെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അങ്ങനെ പല്ലക്ക് വെച്ചിട്ട് ക്ഷേമമായിട്ട് അഗ്നിയിൽ വെച്ചു. ചിതാം ആരോപ്യമാസ ശോകേന അഭിപ്ലുതേന്ദ്രിയ. വലിയ ദുഃഖത്തോടു കൂടിയിട്ട് ബാലിയുടെ മൃതദേഹം ചതയിലെടുത്ത് വെച്ചു. സംസ്കൃത്യ ബാലിനന്ദു വിധിവൽ പ്ലവകർഷഭ ആജഗ്മുരുദകം കർത്തും നദീം ശുഭജലാം ശിവാം. അങ്ങനെ ശരീരം ദഹിപ്പിച്ച ശേഷം നദിയിലിറങ്ങിയിട്ട് പിതൃക്രിയകൾക്ക് വേണ്ടതൊക്കെ ചെയ്തു. അവരൊക്കെ സുഗ്രീണേവ ദീനേന ദീനോഭൂത്വ മഹാബല. ആ സമയത്തൊക്കെ വളരെയധികം ദുഃഖത്തോടു കൂടിയിട്ട് പരവശന്മാരായിട്ടാണ് അതൊക്കെ ചെയ്തത്. എന്നിട്ട് ആ സുഗ്രീവൻ ലക്ഷ്മണൻ്റെ അടുത്തേക്ക് ചെന്നു. ഭാര്യയുടെ സംസ്കാരങ്ങളൊക്കെ വേണ്ട പോലെ ചെയ്തതിന് ശേഷം പറഞ്ഞു, സുഗ്രീവൻ പറയുന്നത് രാമനോട്, ഇതാ ഈ കിഷ്കിന്ധ വളരെയധികം പുഷ്കരമായിരിക്കുന്നതാണ്. കിഷ്കിന്ധ അങ്ങനെ ഭരിക്കണം എന്നൊക്കെ പറഞ്ഞ ചില ഭാഗങ്ങളൊക്കെയാണ് ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബാലിയുടെയും സുഗ്രീവൻ്റെയും ഈ യഥാർത്ഥമായ വൈരം മുഴുവൻ ഈ ോടുകൂടി അവസാനിച്ചു. അവർ യഥാർത്ഥത്തിൽ ബാലി മരണസമയത്ത് പറയുന്നത് പോലെ വിധിക്ക് വശംവദരായവരാണ്. വിധി അവരെ എപ്പോഴും ശത്രുക്കളായിരിക്കാനാണ് പ്രേരിപ്പിച്ചത്. അങ്ങനെയായിരുന്നു വിധി അവർക്ക് സന്തോഷമായി സാഹോദര്യം അനുഭവിക്കാൻ സാധിച്ചില്ല എന്നുള്ള ഖേദമൊക്കെ കാണാം. ഇവരുടെ പൂർവ്വകഥകളൊക്കെ വളരെ രസനീയമായ കഥകളാണ്. അത് ഒറ്റൊരിക്കലും നമുക്ക് അനുസ്മരിക്കാം. അപ്പോൾ ബാലി ഭക്തൻ്റെ പ്രകരണവും ഭാര്യയുടെ സംസ്കാരം വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു.
ഇനി ഈ കിഷ്കിന്ധാകാന്ഡത്തിൽ ആദ്യം മുതൽക്ക് ഈ ബാലിവധം വരെയുള്ള ഭാഗങ്ങൾ മറ്റു രാമായണകാരന്മാരെ എങ്ങനെയാണ് വിശദീകരിച്ചതെന്ന് സാമാന്യമായി നോക്കിയ ശേഷം നമുക്ക് വാൽമീകി രാമായണത്തെ പിന്തുടരാം. തൽക്കാലം ഇന്നത്തെ പ്രഭാഷണം ഇവിടെ സമാപിപ്പിക്കുകയാണ്. ഇനി അധ്യാത്മരാമായണം മുതലായ രാമായണങ്ങളിൽ ഈ ബാലിവധ പ്രകരണം എങ്ങനെ വിവരിച്ചു വന്ന് സാമാന്യമായിട്ട് കാണാം. നമസ്കാരം.